യൗസേപ്പിതാവേ സഭയുടെ കാവലാകണേ. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ലൂക്ക 2-ാം അധ്യായത്തിൽ 42-ാം വചനം. പെരിങ്ങഴ സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ശ്രേഷ്ഠ ഗംഭീരമായി നടത്തപ്പെടുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളെയും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി ആ ഹൃദയങ്ങളിലേക്ക് സ്വാന്തനം പകർന്നു നൽകുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ അതിപുരാതനമായ തിരുസ്വരൂപം അനുഗ്രഹം ചൊരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന അശരണരുടെ ആശാഗേഹമായ പെരിങ്ങഴ സെന്റ് ജോസഫ് ദേവാലയം കോതമംഗലം രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രം. ഒട്ടനവധി ഇടവകകളുടെ മാതൃ ഇടവക. വിശുദ്ധന്റെ നാമത്തിൽ കോതമംഗലം ഇടവകയിൽ സ്ഥാപിതമായ ആദ്യ ഇടവക. സീറോ മലബാർ സഭയുടെ 5 പ്രധാന ഇടവകകളിൽ ഒന്നായി AD 1864 നവംബർ 1 വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിൽ നിർമ്മിതമായത്. ഇങ്ങനെ ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ളതും അനേകരുടെ ആശാഗേഹവും പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവുമായ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും രക്തസാക്ഷിയായ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ വിശുദ്ധ കുർബാനകളും വർണ്ണശബളമായ പ്രദക്ഷിണവും നീലാകാശത്തിൽ അത്ഭുതം വിരിയിക്കുന്ന കരിമരുന്ന് പ്രയോഗവും കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന വിവിധ കലാവിരുന്നുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പെരിങ്ങഴ നാടിന്റെ തന്നെ ദേശോത്സവമായി 4 ദിവസങ്ങളിലായി ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നു. ഈ പുണ്യദിനങ്ങളിലെ നേർച്ച കാഴ്ചകളിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്ത് വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും കലാവിരുന്നുകൾ ആസ്വദിക്കുവാനും ജാതിമതഭേദമന്യേ ഏവരെയും പെരിങ്ങഴ സെന്റ് ജോസഫ് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇടവക അംഗങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് കീഴടക്കി പെരിങ്ങഴ ദേശത്തെ നാനാജാതി മതസ്ഥരുടെയും ഹൃത്തടത്തിൽ സ്നേഹം കൊണ്ട് കൂടുകൂട്ടി പെരിങ്ങഴയെ മാറോടണച്ച സ്നേഹ സാന്നിധ്യം. ഇടവക വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടിയേറ്റുന്നതോടെ തിരുനാളിന് തുടക്കമാവും. 5:15 വിശുദ്ധ കുർബാന, 6:45 ദിവ്യകാരുണ്യ ആരാധന പ്രദക്ഷിണം. തിരുനാളിന്റെ 2-ാം ദിവസമായ ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന. 6:30 പെരിങ്ങഴ പന്തലിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അണിനിരക്കുന്ന വർണ്ണോജ്വലമായ വർണ്ണാഭമായ പ്രദക്ഷിണം. 8 മണിക്ക് സമാപനാശീർവാദം. കൊമ്പും കുഴലും ഇലത്താളവും ചെണ്ടയും മദ്ദളവും ഇടയ്ക്കയും മേളപ്പെരുക്കം തീർക്കുമ്പോൾ ട്രംപറ്റും സാക്സ്ഫോണും ക്ലാരിനെറ്റും ഡ്രംസും പൊഴിക്കുന്ന സംഗീതവും ചേർന്ന് ആസ്വാദകരെ ആനന്ദത്തിലാറാടിക്കുന്ന വാദ്യമേളം. ശേഷം ജാതിമതഭേദമന്യേ തിരുനാളിലേക്കെത്തുന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരിക്കുന്നു. തിരുനാളിന്റെ 3-ാം സുദിനമായ ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:45 10 മണിക്കും വിശുദ്ധ കുർബാന. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് വർണ്ണോജ്വലമായ പ്രദക്ഷിണം. 7:45 പരിശുദ്ധ കുർബാന ആശീർവാദം. ശേഷം 8 മണിക്ക് കലാസന്ധ്യ. ക്യാൻസർ എന്ന മാറാരോഗത്തെ പാടിത്തോൽപ്പിച്ച അതുല്യ കലാകാരി, സി കേരളം സരിഗമ മ്യൂസിക് റിയാലിറ്റി ഷോ വിന്നർ. ആലാപന മികവിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കവർന്ന് അതിരുകളില്ലാത്ത ആഘോഷങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തി കേരളത്തിനകത്തും പുറത്തും അനവധിയായ വേദികൾ പിന്നിട്ട അതുല്യ കലാകാരി അവനി വെഞ്ഞാറമ്മൂട് നയിച്ച് കണ്ണിനും കാതിനും കുളിർമയേകുന്ന കലാസന്ധ്യ. ശേഷം സമാപന ദിവസമായ ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:15 മരിച്ചവരെ ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയും 7:15 കൊടിയിറക്കും. അതോടുകൂടി ഈ വർഷത്തെ തിരുനാളിന് സമാപനമാവും. എല്ലാവരെയും ജാതിമതഭേദമന്യേ തിരുനാളിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.